ഞാൻ അമ്മോസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇംഗ്ലീഷ് ചാപ്റ്റർ 2 ക്യാറ്റ്സ്, റാറ്റ്സ് ആൻഡ് ബഗ്സ് ഇൻ ബോർണിയോ പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. വാട്ട് ഹാപ്പൻ ടു ദ ക്യാറ്റ്സ്, റാറ്റ്സ് ആൻഡ് ബഗ്സ് ഇൻ ബോർണിയോ? വാട്ട് വാസ് ദ പ്രോബ്ലം ഇൻ ബോർണിയോ? ബോർണിയോയിൽ എന്തായിരുന്നു സംഭവിച്ചത്? ദ മൊസ്കിറ്റോ സ്പ്രെഡ് ദ ഡെഡ്ലി ഡിസീസ് കോൾഡ് മലേറിയ. അവിടെ വളരുന്ന കൊതുകുകളിൽ നിന്ന് ആളുകൾക്ക് മലേറിയ എന്ന മാരക രോഗം പിടിപെട്ടു. Then World Health Organization decided to spray DDT to get rid of the mosquitoes. DDT എന്ന ഇൻസെക്ട് പോയിസൺ സ്പ്രേ ചെയ്യുവാൻ WHO തീരുമാനിച്ചു. After spraying DDT, the thatched roof of the houses began to collapse. DDT സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീടുകളുടെ മേൽക്കൂരകൾ പൊളിഞ്ഞു തുടങ്ങി. Then wasps and caterpillars were died. Then later there were many houseflies. They also had died. And the geckos catch and eat the houseflies. What is geckos? The other name of lizards. പൊളിഞ്ഞു തുടങ്ങിയ മേൽക്കൂരകൾ കാറ്റർപില്ലർ തിന്നു തീർക്കാൻ തുടങ്ങി. ഈ കാറ്റർപില്ലറുകളെ തിന്നുന്ന ഒരു പ്രത്യേക തരം വാസ്പുകളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ DDT സ്പ്രേ ചെയ്തപ്പോൾ കൊതുകുകൾക്കൊപ്പം ഈ ഈച്ചകളും ചത്തുപോയി. ഗെക്കോസ് എന്ന പേരുള്ള പല്ലികളാണ് ഈ ഈച്ചകളെ തിന്നിരുന്നത്. ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചത്. ലെറ്റ് us continue the next part of the chapter. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. The DDT killed houseflies just as the World Health Organization had planned. The World Health Organization had planned to spray the DDT to kill the mosquitoes and houseflies. WHO-യുടെ പ്ലാനിംഗ് പോലെ DDT സ്പ്രേ ചെയ്തതുകൊണ്ട് houseflies എല്ലാം ചത്തുവീണു. But the geckos ate the dead houseflies and then they died too. പക്ഷേ ചത്തുവീണ ഈച്ചകളെയും ഗെക്കോസ് എന്ന പല്ലി ഭക്ഷിച്ചു. അതോടെ ഗെക്കോസും ചത്തുവീണു. From the DDT in the bodies of the flies. ഹൗസ് ഫ്ലൈസിൻ്റെ ശരീരത്തിലെ DDT ഉള്ളിൽ ചെന്നാണ് ഗെക്കോസ് ചത്തുവീണത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. Let us see what happened later. Then house cats ate the geckos. പിന്നെ വീട്ടിലെ പൂച്ചകൾ ചത്തുവീണ ഗെക്കോസിനെ തിന്നു. Large quantities of geckos died out and the house cats eat all of them. ഒരുപാട് ഗെക്കോസ് ഇങ്ങനെ ചത്തുവീണു. അതിനെയെല്ലാം അവിടുത്തെ പൂച്ചകളാണ് തിന്നത്. They also licked their paws after walking on the roof that had poison sprayed on them. ഈ പൂച്ചകൾ DDT വിതറിയ മേൽക്കൂരയിൽ കൂടി നടക്കുകയും അവയുടെ കൈകാലുകൾ നക്കി വൃത്തിയാക്കുകയും ചെയ്തു. പോസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ നഖമുള്ള പാദം. നമ്മൾ കണ്ടിട്ടില്ലേ പൂച്ചകൾ ഇടയ്ക്ക് അവയുടെ കൈകളും കാലുകളും നക്കി വൃത്തിയാക്കുന്നത്? അതുപോലെ. അപ്പോൾ എന്ത് സംഭവിച്ചു? The poor cats died. വിഷം ഉള്ളിൽ ചെന്ന് പാവം ആ പൂച്ചകളും ചത്തുവീണു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? After that, rats sneaked into houses because there were no cats around to stop them. പൂച്ചകൾ ചത്തതിനു ശേഷം എലികൾ വീടുകളിലേക്ക് പതിയെ വരാൻ തുടങ്ങി. സ്നീക്ക് എന്ന് പറഞ്ഞാൽ എൻ്റർ സ്ലോലി. എലികൾ വീടുകളിലേക്ക് വരാൻ എന്താണ് കാരണം? അവയെ തടയാനും പിടിച്ചു തിന്നാനും അവിടെ പൂച്ചകൾ ഇല്ല. All the cats were died out. എല്ലാ പൂച്ചകളും ചത്തുവീണു. They ate up people's food. Worse than that, some of the rats carried a disease that was even more deadly than malaria. അവിടേക്ക് കടന്നു വന്ന എലികൾ മനുഷ്യരുടെ ഭക്ഷണ സാധനങ്ങൾ തിന്നാൻ തുടങ്ങി. എന്നാൽ അതിനേക്കാൾ മോശമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. Some of the rats carried a disease that was even more deadly than malaria. ചില എലികൾ മലേറിയയേക്കാൾ മാരകമായ രോഗം വഹിക്കുന്നതായിരുന്നു. നമുക്കറിയാം മലേറിയ ഈസ് എ ഡെഡ്ലി ഡിസീസ്. The rats spread another deadly disease more bad than malaria.
This alarmed the World Health Organization so much that finally they parachuted new cats into Borneo to catch the rats. ഇത് WHO വളരെയധികം ഭയപ്പെടുത്തി. What the meaning of alarmed? Feel frightened. ഒടുവിൽ അവർ മറ്റൊരു തീരുമാനമെടുത്തു. അതെന്താണെന്ന് അറിയണ്ടേ? They parachuted new cats into Borneo to catch the rats. എലികളെ പിടിക്കാൻ പുതിയ പൂച്ചകളെ അവർ ബൊർണിയോയിലേക്ക് പാരച്യൂട്ട് ചെയ്തു. Geckos, cats, rats and roos. And to think it all started with mosquitoes and flies. Geckos, പൂച്ചകൾ, എലികൾ, മേൽക്കൂരകൾ, ഇതിൻ്റെ എല്ലാം ആരംഭം കൊതുകുകളും ഈച്ചകളുമാണ്. By the end of this true tale, people discovered this. Each thing that happened made something else happen. ഈ യഥാർത്ഥ കഥയുടെ അവസാനം ആളുകൾ മനസ്സിലാക്കിയത് ഇതാണ്. Each thing that happened made something else happen. അവിടെ സംഭവിച്ച ഓരോ കാര്യവും മറ്റെന്തെങ്കിലും സംഭവത്തെ തുടർന്ന് ഉണ്ടായതാണ്. Because all living things are connected like the strands in a web. കാരണം എല്ലാ ജീവജാലങ്ങളും ഒരു ചിലന്തി വലയുടെ നൂലുകൾ പോലെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. A web of life. From this story, we can understand that the food web of this country has destroyed. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമായി അവസാനിച്ചു. ഇനി നമുക്ക് ഈ ഭാഗത്തെ വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും നോക്കാം. ആദ്യ ഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസറും വേർഡ് മീനിങ്ങും ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിൻ്റെ വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും നോക്കാം. വേർഡ് മീനിങ്: സ്നീക്ക്, എൻ്റർ സ്ലോലി. Alarmed, disturbed, discovered, find out. Answer the following. How did the cats die? The cats ate the geckos. They also licked their paws after walking on the roofs that had poison sprayed on them. What solution did the WHO find out to kill the rats? WHO parachuted new cats into Borneo to catch the rats. Word power. Study the words and their definitions given below. Producer. A living thing in a food chain that makes its own food. Only plants make their own food. Consumer. A living thing that eats or drinks something. All animals are consumers because they eat plants or other animals. There are 3 kinds of consumers: herbivorous, carnivorous, omnivorous. Herbivore, an animal that only eats plants. Example: zebra, goat, rhinoceros. Carnivore, an animal that only eats other animals. Example: shark, lion, owl. Omnivore, an animal that eats both plants and animals. Example: bear, rat, human. Predator, an animal that hunts and eats other animals. These animals might eat plants too. Example: cheetah, crocodile, orca whale, killer whale. Prey, an animal that is eaten by a predator. Example: deer, rat, worm. Scavenger, an animal that eats dead animals. Example: vulture, jackal, burying beetles. Primary consumer, an animal in a food chain that eats a producer. They are also called herbivores. Primary can be thought of as first. Secondary consumer, an animal in a food chain that eats herbivores. They are omnivorous and carnivorous. Second. Top predator, an animal in a food chain that no other animal preys on. Example: lion, hawk, orca whale. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.
ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴെയുള്ള ബെല്ലൈക്കണിലും അമർത്തണം. അപ്പോൾ അടുത്ത ഒരു സബ്ജക്റ്റുമായി ഞാൻ ഉടനെ വരാം. അതുവരെ ബൈ.